ക്ഷമിക്കുക എന്നുള്ളതാണ് ഹീലിംഗിന്റെ ആദ്യ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ക്ഷമിക്കേണ്ടത് ആരോടാണ്? നമ്മളെ പാരന്റ്സിനോടാണ് നമ്മൾ ആദ്യം ക്ഷമിക്കേണ്ടത്. എന്തിനു വേണ്ടിയാണ് ക്ഷമിക്കേണ്ടത്? നമ്മൾ ആഗ്രഹിച്ച തരത്തിൽ അവർക്ക് നമ്മളെ സ്നേഹിക്കാനോ നമുക്ക് ആഗ്രഹിച്ചതൊക്കെ തരാനോ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവരോട് നമുക്ക് ക്ഷമിക്കാം. അതുപോലെ അടുത്ത ക്ഷമ നമ്മൾ ആരോടാണ് ക്ഷമിക്കേണ്ടത്? നമ്മളോട് തന്നെ ക്ഷമിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള, അല്ലെ നമുക്ക് കിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയിട്ട് സ്നേഹമോ ഇഷ്ടമോ കെയറോ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പല സ്ഥലങ്ങളില്ല. അവിടെയൊക്കെ പോയിട്ട് നമുക്ക് കിട്ടില്ല എന്ന് അറിഞ്ഞാലും നമ്മൾ അവിടെ പോയിട്ട് അത് എക്സ്പെക്ട് ചെയ്തതിന് നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിക്കാം. ഈ രണ്ട് രീതിയാണ് സ്റ്റാർട്ടിങ് ഓഫ് ഹീലിംഗ് വരുന്നത്, നമ്മളെ മൈൻഡ് സെറ്റിൽ ഷിഫ്റ്റ് വരുത്തുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട് എപ്പോഴും വൃത്തിയായി വെക്കുന്നത് ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷന്റെ ഭാഗമാണ്. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് അട്രാക്ട് ചെയ്യുന്നത്. യൂണിവേഴ്സ് നമ്മൾ കൊടുക്കുന്ന വൈബ്രേഷൻ തന്നെയാണ് തിരിച്ചു തരുന്നത്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. നമുക്ക് പോസിറ്റീവായത് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക, അയ്യോ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയെന്ന് ചിന്തിക്കുന്നതിന് പകരം ഇത് എന്നെ എന്താണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെയാണ് മാറേണ്ടത്, ഈ ചിന്ത നമ്മൾ മാറ്റിയാൽ മതി. എന്നെ ഇതെന്തോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പോൾ എന്തായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുക. അല്ലാതെ അയ്യോ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് ചിന്തിച്ചാൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല. ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹീലിംഗും സ്റ്റാർട്ട് ചെയ്യും.